വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ എന്ന എഫേസ്യ ലേഖനം 3:17 തിരുവചനം നിവൃത്തിയാകുവാൻ കാരുണ്യപ്രവൃത്തികളും സഹായിക്കും. അത് സാധ്യമാകുന്നത് ദൈവസ്വഭാവം നമ്മിൽ ഉണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. കാരുണ്യപ്രവൃത്തികൾ നമ്മെ ദൈവസ്വഭാവത്തിൽ ഉറപ്പിക്കുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും എന്നേക്കുമുള്ള മഹത്വത്തിൻ്റെ വസ്ത്രം അണിയിക്കുവാനും സഹായിക്കും. കരുണ, ദയ, ക്ഷമ, പരോപകാരം എന്നീ ഗുണങ്ങൾ ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് പകരപ്പെടുകയും ഒരു കണ്ണാടിയിലെന്ന പോലെ നമ്മിൽ കൂടി സഹജീവികളിലേക്ക് അത് പ്രതിഫലിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ദൈവീകരണത്തിലേക്കുള്ള വഴിയിലാണെന്നർത്ഥം. ഇതാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമയിലും പറയുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മിൽ വസിക്കും. യെഹെസ്കേൽ പ്രവചനം 18:16-17 വാക്യങ്ങളും വിശുദ്ധ മത്തായി 25:35 ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കുവാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. എളിയവർക്ക് ഇവ ചെയ്യുമ്പോൾ അത് എനിക്കും ചെയ്തുവെന്ന് ഓർത്തുകൊള്ളുവിൻ എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന വിശുദ്ധ മത്തായി 5:7 വചനവും ദൈവത്തോടുകൂടി നടക്കുവാൻ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരുന്ന മീഖ 6:8 മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നുവെന്ന വേദഭാഗവും അത്യുന്നതൻ്റെ മക്കളും ക്രിസ്തുവിൻ്റെ സഹോദരനുമാകുവാൻ സഹായിക്കുന്ന ലൂക്കോസ് 6:35-36 പറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള ഉപദേശവും 1 യോഹന്നാൻ 4:11-13 വരെയുള്ള വാക്യങ്ങളിലെ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നുവെന്ന വെളിപ്പെടുത്തലും വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ സഹായിക്കുന്ന വഴികളാണ്. അതെ, സഹജീവികളെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാ അഭിഷേകം വേണം. ദൈവസ്നേഹം മനുഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് കാരുണ്യപ്രവർത്തികൾ. അങ്ങനെ ദൈവീകരണത്തിലേക്ക് വളരുന്ന അവിടുത്തെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ പ്രവൃത്തികളിലൂടെ അവിടുത്തെ സാദൃശ്യത്തിലേക്ക് വളരും. അതാണ് തിയോസിസ് അഥവാ മനുഷ്യൻ്റെ ദൈവീകരണം. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കാതെ നമുക്ക് അവിടുത്തെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയില്ല എന്നോർക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.